ഇന്ന് ഒരു വർക്ക് ഫ്രം ഹോം ഡേ ആണ്. സോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആൻഡ് ഹൗ ഐ മാനേജ് മൈ 10 key സ്റ്റെപ്സ് എന്ന് നമുക്ക് കാണാം. ഞാൻ 7 മണിക്ക് എണീറ്റ് ഒരു ചായയ്ക്ക് ശേഷം ഒരു 8:30 ആയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൂടെ ഞാൻ വെള്ളവും ട്രാക്ക് ചെയ്യുന്നുണ്ട്. 3 ലിറ്റർ ഓഫ് വാട്ടറാണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. ഈ ഫുഡെല്ലാം മീൽ പ്രെപ്ഡ് ഫുഡാണ് കേട്ടോ. ഇത് ലാം പുലാവും 2 ബോയിൽഡ് എഗ്ഗും പിന്നെ റൈത്ത കുറച്ച് വെജീസും കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചത്. ഇതുപോലെ ബോട്ടിൽ ഇതുപോലെ തൊട്ടടുത്ത് തന്നെ നിരത്തി വെക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ എത്രത്തോളം വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്തതെന്ന്, വിച്ച് മേക്സ് ഇറ്റ് വെരി ഈസി. And today was a very hectic day, but my take is if you want to be the best version of yourself, whether it is physically, financially or professionally, it all depends on how you fuel yourself. അങ്ങനെ 12:30 അടുത്ത് ഒരു 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എപ്പോഴും ഞാൻ ചീത്തയായ പാത്രങ്ങൾ അപ്പം തന്നെ നമ്മുടെ ഡിഷ് വാഷറിലിടും. പിന്നെ ഈ ലഞ്ചിൻ്റെ ആ ടൈമിൽ തന്നെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ദിവസം ഞാനൊരു 10 മിനിറ്റ് ഞാനൊന്ന് ട്രെഡ്മില്ലിൽ ഞാനൊന്ന് വെറുതെ ഒന്ന് റണ്ണല്ല ഒരു വാക്ക് ചെയ്യും കേട്ടോ. 10 മിനിറ്റ് മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടോ ഇത്ര മാത്രമേ ഞാൻ നടക്കാറുള്ളൂ. അങ്ങനെ ഒരു ചെറിയ വാക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ 4 മണിയാകുമ്പോൾ നമ്മൾ ഒരു പ്രീ വർക്കൗട്ട് മീൽ കഴിക്കും കേട്ടോ. എപ്പോഴും അതൊരു ഫ്രൂട്ട് ആയിരിക്കും ഞാൻ കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ വെള്ളവും ഞാൻ കുടിക്കും. 4:15 ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയൊക്കെ ഇരുന്നു കേട്ടോ. ഡാൻഡലിയൻസിൻ്റെ സീസൺ ആട്ടോ, നല്ല ഭംഗിയാണ് പുറത്ത് കാണാൻ. പിന്നെ ഒരു 4:37 ആ ടൈമൊക്കെ ആയപ്പോൾ തന്നെ നമ്മളൊന്ന് വർക്കൗട്ടിന് വേണ്ടി ഒന്ന് റെഡിയായി. ഞാൻ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് വാക്കിന് പോയി, ഞങ്ങളിങ്ങനെ ബൈക്കിങ്ങിന് പോയി ടാഗൊക്കെ കളിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ സ്റ്റെപ്സൊക്കെ കുറേ കൂടാറുണ്ട് കേട്ടോ. ഇതൊരു നല്ല ഒരു ഭയങ്കര ഒരു അൺവൈൻഡിങ് പ്രോസസ്സാണ്. മോൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുക, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഈ ടൈം ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഞാൻ ഒരു 6:30 ആയ സമയത്താട്ടോ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുന്നത്. അതിന്ന് ഒരു ബോൺ സൂപ്പാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാട്ടോ ഇത് ഉണ്ടാക്കാൻ. ഈ കാണുന്ന ബോണും സെലറി ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ വെള്ളത്തിലിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. പിന്നെ ഇതുപോലെ ഞാൻ സ്പിനച്ച്, ഗാർലിക്, ജിഞ്ചർ, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, പെപ്പർ, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ ഒരു സ്പൈസസ് ചേർക്കാം. അത് നല്ലൊരു ഫ്ലേവർ വരും. ഇതെല്ലാം നമ്മൾ എന്നിട്ട് ഒരു മീൽ പ്രെപ്പ് കണ്ടെയ്നറിൽ മീൽ പ്രെപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ ഇന്നത്തെ എൻ്റെ 9 മണിക്ക് അടുത്തുള്ള സ്റ്റെപ്സാണ് കാണുന്നത്. ഞാൻ ഔട്ട്ഡോർ വാക്കിംഗ് എന്തോരം ചെയ്തു, ഇൻഡോർ വാക്കിംഗ് എന്തോരം ചെയ്തു, ബൈക്കിംഗ് എന്തോരം ചെയ്തു. സോ ടോട്ടലി ഇറ്റ്സ് എ ഹാപ്പി ഡേ.